അധ്യായം 63. അധ്വാനവും അലസതയും. 3 വട്ടം ചെയ്തു കച്ചവടം ഒരാൾ, എന്നിട്ടതിൽ കണ്ടില്ല ഗുണമൊന്നും അയാൾ. എന്നാലുടൻ അത് കൈവിടട്ടെ എന്ന് ഉമറുബ്നു ഖത്താബ് എന്നവർ പറയുന്നു. ഹിക്മത്ത് മുശ്രിക്കിൽ നിന്നു എന്നാൽ തന്നെയും പഠിക്കേണ്ടതാം മടിക്കാതെ നീയതു പിന്നെയും. സുന്നത്തു തന്നെ നിക്കാഹ് റമളാൻ മാസമിൽ, നടത്തേണ്ടതാ ബറക്കത്തു നീ മോഹിച്ചതിൽ. അറബിയത്തിൽ അല്ലാതെ കുതുബുകളൊന്നും വന്നിട്ടുമില്ലെന്ന ഇലാഹിൽ നിന്നും. ഓരോരോ നബിമാർക്കുള്ള ഭാഷയിൽ പിന്നത് ജിബ്രീൽ തർജുമ ചെയ്തു എന്നാണുള്ളത്. പെണ്ണിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുവരുന്നത് പുരുഷന്റെ തലയാ ഭാരമേറ്റെടുക്കേണ്ടത്. നീ കുഴയുമെന്നാണ് ആദമോടറിവിച്ചത്, രണ്ടാളുമെന്നല്ലെന്ന റബ്ബ് പറഞ്ഞത്. രണ്ടാളുമെന്ന് പറഞ്ഞിരുന്നെങ്കിലേ പെണ്ണിന്റെ ചുമതല ഒഴിയലായി വരുമാണിലേ. വെറും വയറ്റിലായി കാരക്ക നീ തിന്നുന്നത്, കൃമിശല്യമുണ്ടെങ്കിൽ അതേറ്റം നല്ലത്. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. അത് തന്റെ മേൽ വല ചുറ്റി നൂലുണ്ടാക്കും, എന്നിട്ടു വഴിമുട്ടുന്നതാപ്പുറത്തേക്കും. അവസാനമുള്ളിൽ തന്നെ തുലയുകയാണത്, നൂൽ നൂത്തതെല്ലാം അന്യരാണൊടുക്കുന്നത്. വെറുമടയനേക്കാൾ താഴ്ന്ന പടിയാമടിയന്, പറ്റുന്നതാ സുഹൃത്തെ ഹിമാറും ചുമടിനെ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബ്ഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. പഠിക്കേണ്ട കാലം 2 കൈയും വീശി, വെറുതെ നടന്നാൽ കതിരിനില്ലവകാശി. കൂടാതെ അവനും ഹസദ് രോഗം പിടിപെടും, അതുകൊണ്ട് വിവിധ വിപത്തുകൾക്കവനടിപെടും. അധ്വാനമുള്ളവനെപ്പോഴും വിദ്വാനാ, കുളമാക്കിടും കുന്നുള്ളതും കുഴിയാനാ. അധ്വാനശീലം ഇല്ല എന്നാൽ പിന്നെ തുലയ്ക്കുന്നതാ ലഭിക്കുന്നതെല്ലാം തന്നെ. കാരക്ക നല്ല പഴുപ്പിലായി കണ്ടെങ്കിലും ഹുസ്സി ഇലൈക്ക് പറഞ്ഞതാ ഖുർആനിലും. തീരുന്നതാണൽ പാൽപ്പമായി എടുത്തെങ്കിലും അത് ചെറിയ സുറുമക്കോല് കൊണ്ടാണെങ്കിലും. അന്യാശ്രയം ഇല്ലാത്ത ജീവിതമന്തസാ, തൊഴിൽ ചെയ്യണേ അത് കൊണ്ട് ലൈലും മസ്അസാ. നിനക്കുള്ളതൊന്ന് നീ കണ്ടു അത്ഭുതം തോന്നലായി, ലാ ഹൗല മുഴുവൻ നീ പറഞ്ഞാൽ രക്ഷയായി. അല്ലാത്ത പക്ഷം നിന്റെ കണ്ണതിലേൽക്കും, അൽബറക്കത്തിൽ നീ നോക്കിയും എഴുന്നേൽക്കും. ഇടിയില്ല ലൈലിൽ വന്ന മഴയാണഫ്ളലേ,
പറയുന്നതാണിതുപോലെ ത്വാഹ മുസമ്മിലേ. ഹിബത്തായി കൊടുത്താൽ നിസ്കരിക്കാൻ വസ്ത്രവും നിർബന്ധമില്ല കബൂല് എന്നാ നിയമവും. അവൻ നിസ്കരിക്കൽ നഗ്നനായി മതിയെന്ന ഹിബത്തും പിതാവിൽ നിന്നു എന്നാൽ തന്നെ. അന്യന്റെ ഓശാരം മശക്കത്തുള്ളതാ, അത് എന്തിനേറ്റെടുക്കുന്നു തള്ളൽ നല്ലതാ. അന്യന്റെ മാലവലംബമാക്കി കഴിയലേ വെള്ളം പിടിച്ചതുപോലെയാണ് കയ്യിലേ. മാലുണ്ട് എങ്കിൽ മാന്യനാണെല്ലാരിലും, വഴിമാറുമെന്നാണ് കിലാബും മുന്നിലും. പ്രയാസമുള്ളൊരു പ്രശ്നമായാൽ പിന്നെ പരിഹാരമുണ്ടാക്കുന്നതാണതു പൊന്നേ. ഖബീഹ് തന്ന 4 കാര്യം ആരിലും, പ്രത്യേകിച്ചും അത് അഖ്ബഹ 4 ആളിലും. അതിലൊന്ന് ബുഖ്ല ഭംഗിയല്ലത് ആരിലും, വിശിഷ്യരാജനിൽ ഭംഗിയല്ലയൊരിക്കലും. പിന്നൊന്ന് പൊള്ള ചള്ള് തന്നാണേവനും, അത് ഖാദിമാരില്ലെങ്കിൽ അവനാഹീനനും. 3 ദേഷ്യം നിന്ദ്യമാലിന്നാസി, അത് പണ്ഡിതന്മാർക്കേറ്റവും അഞ്ചാസി. വേണ്ടുന്നതാണ് ലജ്ജ ആർക്കും ഇമ്പമാ, പെണ്ണിന്നതില്ല എന്നു കണ്ടാൽ ഭസ്മമാ. നബി തന്നെ സ്വന്തം ചെയ്യലാണിരു കാര്യവും, മറ്റാർക്കുമേൽപ്പിക്കാത്തതാണ് സ്വഭാവവും. അതിലൊന്ന് വുളുവിന് രാത്രി വെള്ളം വെക്കലാ, പിന്നീട് സ്വന്തം തന്നെ നബി അത് മൂടലാ. മറ്റൊന്ന് മിസ്കീന്മാർക്ക് സ്വന്തം നൽകലാ, നബിക്കുള്ള തൃക്കൈ കൊണ്ട് തന്നതു ചെയ്യലാ. ആരോ കിണർ കുഴിപ്പിച്ചു എന്നാലിന്ന്, കുടിക്കുന്നതായി വെള്ളം ജനം അതിൽ നിന്ന്. അവർക്കുള്ള രോമത്തിന്റെ എണ്ണം ഹസനത്തും, കുഴിപ്പിച്ചവനുണ്ടെന്ന് വന്നു റിവായത്തും. തീച്ചൂട് ഏറ്റൊരു പെണ്ണ് ഖുബ്സുണ്ടാക്കി, സൗജിന് കൊടുത്താൽ നാറവൾക്കൊഴിവാക്കി. എന്നുള്ളതും മകൾ ഫാത്തിമയോടന്ന് പറഞ്ഞെന്ന് സൽമാൻ എന്നവർ പറയുന്നു. ഒരു കോപ്പ വെള്ളം അവനവൾ നൽകുന്നത് 1 വർഷ നോമ്പിന് തുല്യമെന്നാണുള്ളത്. പെരുന്നാൾ ദിനം നീ സീനത്താക്കൗലാദിനെ, യൗമുൽ ഹിസാബിൽ നിന്നെയും റബ്ബിങ്ങനെ. പെൺമക്കളെ നീ നോക്കണേ അത് ഹസനത്താ, സഅദ് ബിൻ അബീ വഖാസിനുള്ള റിവായത്താ. മാലില്ല എങ്കിൽ സാധ്യമല്ലേ ശ്രേഷ്ഠത, അതുകൊണ്ട് അധ്വാനിക്കണേ മാറ്റലസതാ. നബിയോടൊരാൾ പിമ്പറ്റി സമരം ചെയ്യുവാൻ ചോദിച്ചു, വീട്ടിൽ ആര് അഹ്ലിനെ നോക്കുവാൻ? എനിക്കുണ്ട് നബിയെ ചെറിയ കുട്ടികൾ വീട്ടിലേ, ഞാനില്ല എങ്കിൽ ഇല്ലൊരാളും കാവലേ.
നിനക്കുള്ള യുദ്ധം അവരിലാമടങ്ങെന്ന് പറഞ്ഞെന്ന് ഇബ്നു യസാർ നബിയിൽ നിന്ന്. ഗുണം ചെയ്യണേ തിരുമുസ്തഫ നബിക്കെന്നും അസ്ഹാബിനും അതുപോലെ കുല്ലാലിനും.